എല്ലാവർക്കും നമസ്കാരമുണ്ടേ. ഇപ്പം ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. പുറത്തു നോക്കിയ ഒരു കാരണവശാലും വീട് കാണില്ല. അപ്പം അകത്ത് കയറിയിട്ടുള്ളൊരു കാഴ്ചയും അതുപോലെ തന്നെ വീടിൻ്റെ അകവുമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മക്കളുടെ കൂട്ടുകാരികളൊക്കെ ഒപ്പന കളിക്കാൻ വന്നിട്ട് അവർ ഓരോരുത്തരും അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കയറിയാൽ എങ്ങനെയാണ് അതിൻ്റെ വ്യൂ എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടിൽ പണി നടക്കുകയാണ്. പണി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാർക്ക വീടാണ്. അതിനെ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പണികളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നമ്മുടെ അകത്ത് കയറിയാൽ ഈ കാണുന്നൊരു ഫിഗറാണ് ഈ കാണുന്നത്. ഫുൾ ടൈം ഇവിടെ നല്ല കൂളിംഗ് ആയിരിക്കുള്ളൂ. മൊത്തം നമ്മൾ മിയാമി കാടുകൾ മാതിരി നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ കാണുന്നത് ഇരിമുള്ളാണ് കേട്ടോ. ഇതാണ് ഇരിമുള്ള്. ഓക്കെ, അപ്പോൾ കുട്ടികളൊക്കെ പുറത്തു നിന്ന് വന്ന് കളിക്കുന്നവരുണ്ട് ഇതിൻ്റെ അകത്ത്. റെഡ് കാണിക്കുന്നത് എൻ്റെ മകനാണ്. അതുപോലെ തന്നെ ഒരു അപ്പൂപ്പന്താടിയുടെ ഒരു പ്ലാന്റ് കാണിച്ചു തരാം. അത് നമ്മൾ നട്ടതല്ല, അതവിടെ വന്ന് മുളച്ച സംഭവമാണ്. പക്ഷേ ഞാൻ അതിനെ പറിച്ച് കളഞ്ഞില്ല. അതിപ്പോൾ നല്ല ഇടതൂർന്ന് വേരുകളൊക്കെ തിക്കായി അടിയിലേക്കൊക്കെ ഊർന്നിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാട്ടർ ടാങ്കിൽ നിറഞ്ഞു പോകുന്ന വെള്ളം ഇതിൻ്റെ മുകളിലോട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം കൂടെ നനവുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ വേരുകളൊക്കെ ഇങ്ങനെ ഇതേപോലെ തന്നെ കറക്റ്റ് ടൈറ്റായി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഏർമാടം മാതിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബോഗൺവില്ലനെ പടർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോഗൺവില്ലയുടെ വണ്ണവും അതിൻ്റെ സൈസൊക്കെ ഞാൻ കാണിച്ചത് മൊത്തം പന്തലിച്ച് കിടക്കുകയാണ്. ഈ പൂളിലൊക്കെ മീനുകളുണ്ട് കേട്ടോ. സാധാരണ മീനുകളാണ്, കളർ മീനുകളല്ല. അപ്പോൾ ആ ബോഗൺവില്ലയുടെ ഒരു വണ്ണമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കമരകളെല്ലാം താങ്ങിക്കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഏർമാടത്തിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്ത് കോർത്തിണക്കിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ മൊത്തം ഇതേപോലെ പന്തലിച്ച് കിടക്കിയിരിക്കുകയുള്ളൂ. അതുപോലെ ബാമ്പുകളുണ്ട്, ഒട്ടനവധി ബാമ്പുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ മിക്ക സമയങ്ങളിലും കിളികളുണ്ടാവും, നല്ലോണം കിളികളുണ്ടാവും. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര അട്ടറായിരിക്കുള്ളൂ. ഇവിടെ മഴയില്ലാത്ത സമയത്ത് നല്ല രസമായിരിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ഒരു ഇത്. നമുക്ക് ഇനി എൻ്റെ വീടിൻ്റെ അകത്ത് പിള്ളേർ ഒപ്പന കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ഭിത്തിയിലൊക്കെ നമ്മൾ സിമെൻറ്റ് കൊണ്ട് സ്റ്റോണിൻ്റെ പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ്. സിമെൻറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്, അത് പെയിൻറ്റിങ് അല്ല. അതുപോലെ തൂണുകളെല്ലാം നമ്മൾ വാൾ ടൈലുകളാണ് ഇവിടെ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്, പാനലിംഗ് ടൈലുകൾ. അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ അകത്തിരുന്ന് കൊണ്ട് പുറത്തേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. മൊത്തം പച്ചപ്പിൽ മൂടിപ്പൊതിഞ്ഞ് കിടക്കുകയാണ് മുകളിൽ. അതിന് നമ്മൾ മൊത്തം വലിയ ആംഗ്ലറിൽ അടിച്ചുകൊണ്ടാണ് അതിനെ നിർത്തിയിട്ടുള്ളത്. ഫ്ലോറൊക്കെ നമ്മൾ സിമെൻറ്റിൽ തന്നെ പലക മോഡൽ ചെയ്തുകൊണ്ട് ഓക്സൈഡിൽ കളർ കൊടുത്തിട്ടുള്ളതാണ്. ഇനി അകത്ത് കയറിയാൽ നമുക്ക് നമ്മുടെ മക്കൾ ഒപ്പന പ്രാക്ടീസ് ചെയ്യുന്നത് കാണാം. പോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ മറ്റൊരു മോളുടെ കൂട്ടുകാരികളെല്ലാം വന്നിരുന്നു കൊണ്ട് അവരുടെ ഒപ്പന പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അവരുടെ പാട്ടുകളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ കുറച്ച് പിള്ളേർ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ് ഉമ്മയും അതുപോലെ തന്നെ ഭാര്യയുടെ സഹോദരിയുമാണത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് കടന്നാലും അവിടെ പണികൾ നടക്കുന്ന ഭാഗമാണ് കേട്ടോ. അവിടെയൊക്കെ മൊത്തത്തിൽ പണികൾ നടക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട ഭക്ഷണത്തിന് ഇലകളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന കുറച്ച് 2-3 പേരും കൂടി നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം തിരക്ക് പിടിച്ച ഒരേ പണിയിലാണ്. അവർ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വാഴ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് കംപ്ലൈൻ്റ് ഉള്ളതെല്ലാം കട്ട് ചെയ്ത് നല്ലൊരു ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗവും എല്ലാം പണികൾ നടക്കുന്നൊരു ഭാഗമാണ്. പിന്നെ ഇനി നമ്മൾ കടക്കുന്നത് കിച്ചൻ്റെ ഒരു ഭാഗത്തേക്കാണ്. അവിടെ മോള് തിരക്ക് പിടിച്ചുകൊണ്ട് സേമിയ പായസം ഉണ്ടാക്കണം അവർക്ക് വേണ്ടി. ഭാര്യ ഇവിടെ അവർക്കുള്ള